ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്ന ബാറ്റിൽ ത്രൂ ഹെവൻ എന്ന് പറയുന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സ് ഒന്നും കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകും. എൻ്റെ അമ്മ 5 ക്ലാനും ദ്രോഹം ചെയ്തെന്നല്ലേ പറഞ്ഞത്. തിരിച്ചു വന്നാൽ കൊല്ലുമെന്ന് അറിഞ്ഞിട്ടും എൻ്റെ അമ്മ എന്തിനാണ് തിരിച്ചു വന്നത് അതൊന്നും എനിക്കറിയില്ല. എല്ലാവരും പറയുന്നത് നിൻ്റെ അമ്മയാണ് ചതിച്ചത്, നിൻ്റെ അമ്മയാണ് അത് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്നാണ്. ഇനി ഒരു പ്രാവശ്യം കൂടെ നീ അത് പറഞ്ഞാൽ നീ എന്നെ കൊല്ലുമല്ലോ ഒന്നും എനിക്കറിയില്ല. ഉറപ്പായും ഞാൻ നിന്നെ കൊന്നുകളയും. നിൻ്റെ അമ്മയല്ല അത് ചെയ്തെങ്കിൽ പിന്നെ മറ്റാരാണ് അത് ചെയ്തത്? അവൻ ആരാണെന്ന് കണ്ടുപിടിച്ച് അവനോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇനിയൊന്നും ചോദിക്കരുത്, നീ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് ഹീറോ ഉറങ്ങാൻ തുടങ്ങുകയാണ്. ലിൻസിയായും ഹീറോ പറഞ്ഞത് സത്യമായിരിക്കുമോ എന്ന് ചിന്തിക്കുകയാണ്. അടുത്ത സീനിൽ പിന്നെയും ക്ലാസ് നടക്കുകയാണ്. ആ ടീച്ചർ ഹീറോയെ മുന്നിലേക്ക് വിളിച്ചിട്ട് നീ എന്നെ പുറകിൽ നിന്ന് ആക്രമിക്കാൻ പറയുകയാണ്. ഹീറോയും അതുപോലെ അദ്ദേഹത്തെ പുറകിൽ നിന്ന് ആക്രമിക്കുകയാണ്. എന്നാൽ അവൻ നിസ്സാരമായിട്ട് അത് തടഞ്ഞിട്ട് ഹീറോയെ തിരിച്ചാക്രമിച്ച് അവനെ ചവിട്ടി താഴെ ഇടുകയാണ്. നീ ഒരു മണ്ടന, നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല, ഇന്ന് നീ തന്നെ വേണം ഈ ക്ലാസ് ക്ലീൻ ചെയ്യാനെന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ഹീറോയുടെ ഫ്രണ്ട്സ് അവൻ എന്ത് പറ്റിയെന്ന് നോക്കി അവനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അന്ന് രാത്രിയും ഹീറോ ഒറ്റയ്ക്ക് ഇന്ന് അവിടെ ക്ലീൻ ചെയ്യുകയാണ്. ഇത് ഹീറോയിനും കാണുന്നുണ്ട്. അവൻ അങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഹീറോയിനും വിഷമമാകുന്നുണ്ട്. അവൾ കൊണ്ടുവന്നൊരു ഡ്രിങ്ക്സ് അവൻ കാണുന്നത് പോലെ വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ടയർഡായ ഹീറോ അവൾ കൊണ്ടുവച്ച ഡ്രിങ്ക്സ് കാണുന്നുണ്ട്. ഹീറോ ഇപ്പോൾ ആ മോതിരത്തിനുള്ളിലേക്ക് പോവുകയാണ്. മാസ്റ്റർ അവനെ കണ്ടിട്ട് നീ എന്താ ഇത്രയും താമസിച്ചത്, നിങ്ങൾക്ക് അറിയില്ലേ? ആ മാസ്റ്റർ എന്നെ ചുമ്മാ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സ്കില്ല് ഉപയോഗിച്ച് എന്നെ അടിച്ച് താഴെ ഇടുകയാണ്. എനിക്ക് അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആ മാസ്റ്റർ നളിൻ ക്ലാനിൽ ചേർന്നാണ്. നളിൻ ക്ലാനിലുള്ളവർക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവനും നിന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യട്ടെ. എന്തൊക്കെയാണെങ്കിലും ഞാൻ പിന്മാറാൻ പോകുന്നില്ല. ഉറപ്പായും ഒരു ദിവസം അവർക്ക് എല്ലാവർക്കും ഉള്ളത് മറുപടി ഞാൻ കൊടുക്കും. ഒരു വിധത്തിൽ നിന്നെ ടോർച്ചർ ചെയ്യുന്നവരോട് നീ നന്ദി പറയണം. ആ ഒരു കാരണമാണ് നീ ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്നതെന്നും പറഞ്ഞ് ഹീറോയെ വിളിച്ച് അദ്ദേഹം മെഡിസിൻസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ മെഡിസിൻ തയ്യാറായിരിക്കുകയാണ്. ഹീറോയോട് അത് എടുക്കാൻ പറയുകയാണ്. ഹീറോയും അത് എടുക്കാൻ വേണ്ടി സ്പൂൺ വല്ലതും ഉണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്പൂൺ വെച്ചൊന്നുമല്ല, നിൻ്റെ കൈ കൊണ്ട് എടുക്കാൻ പറയുകയാണ്. ഹീറോയും ആ മരുന്ന് കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി തീക്കകത്ത് കൊണ്ടുവന്ന് കൈ വെക്കുകയാണ്. അവൻ്റെ കൈ വിളിയും കൈ വിട്ടുനിന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇത് കണ്ട മാസ്റ്റർ ചിരിച്ചിട്ട് എടാ കൈ കൊണ്ട് എടുക്കാൻ പറഞ്ഞാൽ നിൻ്റെ കുയി പവർ ഉപയോഗിച്ചെടുക്കാനാണ്, എന്നെ കൊണ്ടൊന്നും വയ്യെന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യത്തിൽ അവിടെ നിന്ന് എണ്ണിട്ട് പോവുകയാണ്. കുറച്ച് ദൂരം മുന്നിലേക്ക് പോയിട്ട് എന്തൊക്കെയാണെങ്കിലും എൻ്റെ മാസ്റ്ററിൽ നിന്നും പറഞ്ഞ് ഹീറോ തിരിച്ചു വരികയാണ്. ഗ്രാൻഡ് മാസ്റ്ററോട് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുയി പവർ ഉപയോഗിച്ച് ആ മെഡിസിൻ പുറത്തേക്ക് എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലിടുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. അദ്ദേഹം പോയതിനു ശേഷം ഹീറോ ആ ബോട്ടിലുണ്ടായിരുന്ന മെഡിസിൻ എടുത്ത് കുടിക്കുകയാണ്. അടുത്ത ദിവസം ക്ലാസ് നടക്കുകയാണ്. ആ മാസ്റ്റർ ഹീറോയെ മുന്നിലേക്ക് വിളിച്ചിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ ഹീറോ അത് ഡിഫെൻഡ് ചെയ്യുകയാണ്. അത് കണ്ട മാസ്റ്റർ നീ കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനെ പ്രശംസിക്കുകയാണ്. ഹീറോ അദ്ദേഹത്തിന് മുന്നിൽ നന്ദി പറയാൻ വേണ്ടി തലവണങ്ങൾ പെട്ടെന്ന് ആ മാസ്റ്റർ ഹീറോയെ അടിച്ച് താഴെ ഇടുകയാണ്. എപ്പോഴും നീ ഡിഫെൻഡ് ചെയ്യാൻ പഠിച്ചില്ലേ, ഇന്ന് നീ തന്നെ വേണം ഇവിടെ ക്ലീൻ ചെയ്യാനെന്നും പറഞ്ഞ് ഹീറോയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. ഹീറോയുടെ ഫ്രണ്ട്സ് പിന്നെയും അവനെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അടുത്ത സീനിൽ ഹീറോ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബായ്ജാൻ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ മാസ്റ്റർ വേണമെന്ന് വെച്ച് നിന്നെ ടോർച്ചർ ചെയ്ത് നിനക്ക് പണിഷ്മെൻറ്റ് ഇരിക്കുകയാണ്. സാരമില്ല സീനിയർ, അത് വിട്ടേക്ക്. അദ്ദേഹം എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്, നല്ലതിന് വേണ്ടിയോ നിൻ്റെ നല്ലതിന് വേണ്ടിയൊന്നുമല്ല. നിൻ്റെ കഴിവ് അയാൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നേക്ക് നീ ഇനി അയാളുടെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യണം. നീ പുറത്തോടെങ്കിലും ചെന്ന് ട്രെയിനിങ് എടുക്കുക. ഹീറോയും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയാണ്. ഇതാണ് ഗൂമാസ്റ്ററിൻ്റെ റൂം. അവരെല്ലാവരും ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി കാണും. നീ ഇതിനകത്തേക്ക് ചെന്ന് അവിടെ എല്ലാം വൃത്തിയാക്കാൻ പറയുകയാണ്. ഹീറോയും അത് കേട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അവിടെ എല്ലാം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യുകയാണ്. അതേസമയം അവിടെ മരുന്നിട്ട് വെച്ചിരുന്ന ഒരു ബോട്ടിൽ നിലത്ത് കൊണ്ട് പൊട്ടിക്കിടക്കുന്നത് കാണുകയാണ്. അവനത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് ഡബിളും വൈറ്റ് ഡബിളും അവിടേക്ക് വരികയാണ്. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ, ഗൂമാസ്റ്ററിൻ്റെ റൂമിൽ വന്ന് മോഷ്ടിക്കാൻ മാത്രം ധൈര്യമായോ എന്നും ചോദിച്ച് അവനെ അടിക്കാൻ നിൽക്കുകയാണ്. ഒറ്റ അടി അടിച്ച് നോക്കുക. അതിനുശേഷം ഇവിടെ നടക്കുന്നത് വേറെയാണെന്ന് പറഞ്ഞ് ഹീറോ അവൻ്റെ കൈ തടയുകയാണ്. അവരും ഒന്ന് പേടിച്ചിട്ട് എൽഡർ അസോസിയേഷൻ്റെ മുന്നിൽ ഹീറോയെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഞാൻ അവിടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. കരാട്ട മാസ്റ്റർ പറഞ്ഞ പ്രകാരം ബായ്ജാനാണ് എന്നോട് ഗൂഗു മാസ്റ്ററിൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞത്. കരാട്ട മാസ്റ്റർ മുന്നിലേക്ക് വന്നിട്ട് അവൻ എന്തിനാണ് നിന്നോട് അങ്ങനെ പറയുന്നത്, ഞാൻ നിന്നോട് എപ്പോഴും ക്ലാസ് ക്ലീൻ ചെയ്യാനല്ലേ പറഞ്ഞത്, നിനക്കെങ്കിലും ഒരു ബോധം വേണ്ടതെന്ന് ചോദിച്ച് അവനെ വഴക്ക് പറയുകയാണ്. ഇതിലൊന്നും ഒട്ടും ന്യായമില്ല. എന്നോട് ബായ്ജാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ ചെന്നത്. നിങ്ങൾ വേണേൽ ബായ്ജാനെ വിളിച്ച് ചോദിക്കാൻ പറയുമ്പോൾ ബായ്ജാനെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. അതേസമയം ബായ്ജാനും അവിടേക്ക് വരികയാണ്. കരാട്ട മാസ്റ്റർ ബായ്ജാനോട് ഞാൻ പറഞ്ഞിട്ടാണോ നീ ഇവനോട് പറഞ്ഞത് ഗൂ മാസ്റ്ററിൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ? അയ്യോ മാസ്റ്റർ, ഗൂ മാസ്റ്ററിൻ്റെ റൂമിലേക്ക് പുറത്തുനിന്ന് ആർക്കും അനുവാദമില്ല, പിന്നെ ഞാൻ അങ്ങനെയാണ് ഇവനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പറഞ്ഞു വിടുന്നത്. ബായ്ജാനെ ഹീറോയെ ചതിച്ചതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ട് അവൻ്റെ മർമ്മസ്ഥാനത്ത് തന്നെ ഒരു ചവിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് മതിയാവാതെ ഹീറോ അവനെ പിന്നെയും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ഫിങ് ഇത് കണ്ടിട്ട് അവനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. ഹീറോയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു മാസ്റ്റർ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവൻ പറയുന്നത് സത്യമാണെന്ന്, നമുക്കിത് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയാണ്. ഇങ്ഫിങ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൻ മോഷ്ടിച്ചതല്ല വിഷയം, അവൻ്റെ ക്യാരക്ടർ തന്നെ തെറ്റാണ്. അവനൊരു പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ കരാട്ട മാസ്റ്ററും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അവന് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്ന് അവൻ്റെ കുയി പവർ പൂർണ്ണമായിട്ടും എടുത്തിട്ട് ഈ അക്കാഡമിയിൽ നിന്ന് അവനെ പുറത്താക്കണം. അത് ഈ അക്കാഡമിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കരാട്ട മാസ്റ്ററും പറയുകയാണ്. മീറ്റ് ആൻസൺ, ഞാൻ എല്ലാ ബുക്കും ചെക്ക് ചെയ്തു, എന്നാൽ ഒരാൾ മോഷ്ടിച്ചാൽ എന്ത് ശിക്ഷ കൊടുക്കേണ്ടതെന്ന് ഇതിലൊന്നുമില്ല. എനിക്കും തോന്നുന്നില്ല അവൻ മോഷ്ടിച്ചെന്ന്. ഒരാൾ കണ്ടെന്ന് പറഞ്ഞതല്ലാതെ അവൻ മോഷ്ടിച്ചതിന് മറ്റ് തെളിവുകളൊന്നുമില്ലോ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ കരിയർ തന്നെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്രയ്ക്ക് ആവേശം കാണിക്കുന്നത്? അവൻ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ആദ്യം എന്നെ കൺവിൻസ് ചെയ്യും. ശരി, മോഷ്ടിച്ചാൽ അവന് ശിക്ഷയൊന്നും കൊടുക്കണ്ട, എന്നാൽ നമ്മുടെ കൺമുന്നിൽ വെച്ചല്ലേ അവൻ ഒരാളെ ആക്രമിച്ചത്, അതിനെന്ത് ശിക്ഷ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കരാട്ട മാസ്റ്ററും അതെ അതിനെന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കേണ്ടതെന്ന് പറയുകയാണ്. മീറ്റ് ആൻസൺ, നമ്മുടെ റൂൾ ബുക്കിൽ എന്ത് പണിഷ്മെൻ്റ് ആണോ ഉള്ളത് അത് കൊടുത്താൽ മതി എന്നും പറഞ്ഞ് അവിടെ ഒന്ന് പോവുകയാണ്.
ഹീറോയും ഒരു സെല്ലിലടക്കുകയാണ്. ഹീറോയെ സെല്ലടച്ച കാര്യം അവൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞിട്ട് ബായിജാൻ്റെ അടുത്ത് വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഹൂജ അവനെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഹോഡോങ് അവനെ തടയുകയാണ്. ലിൻസിയെ നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും, എന്നാൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. അവനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗ്ഗം ആലോചിക്കണമെന്ന് പറയുമ്പോൾ എങ്കിൽ ശരി നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിക്കും, ഞാൻ അവനെ അടിക്കാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ കഥവ് തുറന്ന് ആ ബായിജാൻ അവിടേക്ക് വരികയാണ്. നിൻ്റെ ലീഡർ പോയിൻ്റെ വിഷമത്തിരിക്കണം, നിനക്കെന്താ വേണ്ടതെന്ന് ബായിജാനോട് ചോദിക്കുമ്പോൾ അവൻ്റെ ആളുകൾ ഹീറോയുടെ ഫ്രണ്ട്സിനെ ചുറ്റി കളയുകയാണ്. എനിക്ക് വേണ്ടത് ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുമ്പോൾ ഹീറോയുടെ ഫ്രണ്ട്സിനെ അവൻ്റെ ആളുകൾ അടിക്കുന്നതായി കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാവുകയാണ്. ഇപ്പോൾ ഹീറോയെ കാണിക്കാൻ അവന് കുടിക്കാൻ വെള്ളം പോലുമില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുകയാണ്. സ്റ്റുഡൻസിനെ എല്ലാവരും ശ്രദ്ധിച്ചു, സോളിൽ നിന്ന് ആൾ വരുമ്പോൾ ഞാൻ നിന്നെ അറിയിക്കാം, അപ്പോൾ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ടിരിക്കുമ്പോൾ ഹീറോയുടെ പുറത്തു പോകാനുള്ള സമയമാവുകയാണ്. ഹീറോയുടെ ഫ്രണ്ട്സ് അവനെ വിളിക്കാൻ വേണ്ടി അവിടേക്ക് വരികയാണ്. ഹീറോയും അവൻ്റെ ഫ്രണ്ട്സും തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ അവൻ്റെ വാതിലിലായിട്ട് കള്ളൻ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഹീറോ അത് കയറിക്കളഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ അകത്ത് റൂം മുഴുവൻ അലങ്കോലമായി കിടക്കുകയാണ്. ഞാൻ 3 ദിവസം അകത്ത് കിടന്നപ്പോൾ നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കണം. അത് സാരമില്ല, നീ ഞങ്ങളുടെ ഫ്രണ്ടല്ലേ, അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഹീറോയെ ആശ്വസിപ്പിക്കണം. എന്നാൽ ഹോട്ടോങ്ങിൻ്റെ കയ്യിലെ മുറിവ് കണ്ടിട്ട് ബായിജാനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട് ഹീറോയ്ക്ക്. ഹീറോ അവരോട് ഈ റൂം ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാകുകയാണ്. ഹീറോ ഉറങ്ങിക്കിടന്ന് ലിൻസിയാനെയും വിളിച്ചുകൊണ്ട് ആ ബ്ലാക്ക് ഡബിൾ സോളിയാനെ കുറിച്ച് സംസാരിച്ച് ആ സ്ഥലത്തേക്ക് വരികയാണ്. ആ സ്ഥലത്ത് ജിയാനൻ അക്കാഡമിയിലെ കുറേ സ്റ്റുഡൻസ് വന്ന് നിൽക്കൊണ്ട് ഹീറോ പെട്ടെന്ന് തന്നെ മോതിരത്തിനുള്ളിലേക്ക് ചെന്ന് ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ അടുത്ത് നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. സോളാൽ അക്കാഡമിക്കുള്ളിൽ തന്നെ അവനെ ഫോളോ ചെയ്യുന്ന കുറേ സ്റ്റുഡൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും മാസ്റ്റേഴ്സ് അറിയാതെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നീ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവിടെ ആരൊക്കെയാണ് ഉള്ളത് അവരുടെ എല്ലാവരുടെയും മുഖം കണ്ടിട്ട് വാ. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകാനോ എനിക്ക് ചെറിയൊരു പേടിയുണ്ടെന്ന് പറയുമ്പോൾ മാസ്റ്റർ ഒന്ന് ചിരിച്ചിട്ട് നിനക്ക് പേടിയോ, നീ എന്താ കളിക്കുകയാണോ, അത്രയും മാസ്റ്റേഴ്സ് ചുറ്റും നിന്നപ്പോൾ നീ ആ ബായിജാൻ്റെ മോന്ത കിട്ടിരണ്ടെണ്ണം കൊടുത്തല്ലേ. അത് അവിടെ ഉണ്ടായിരുന്ന മാസ്റ്റേഴ്സിനൊന്നും എന്നെ ഇഷ്ടമല്ല, അവരുടെ അടുത്ത് നിന്ന് നല്ല പേര് കിട്ടിയിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. അതുപോലല്ലോ ഇത്, ഇവിടേക്ക് ഞാൻ ചെന്നാൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ മാസ്റ്റർ എങ്കിൽ ശരി ഞാൻ നിനക്ക് എൻ്റെ കുയി പവർ തരാം, നീ ആരെയും കൊല്ലരുതെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുയി പവറും കൊടുത്ത് ഹീറോയെ അവിടേക്ക് അയക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിൻ്റെ മുന്നിലേക്ക് സോളാലിൻ്റെ ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് 500 വർഷം ജീവിക്കാൻ സാധിക്കും, എന്നാൽ നിങ്ങൾ സോളാറിന് മാത്രമാണ് സർവ് ചെയ്യേണ്ടത്. പറ്റിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രശ്നം, നിങ്ങൾ സോളാറിന് മാത്രമേ സർവ് ചെയ്യൂ എന്ന് ആ സ്റ്റുഡൻസ് പറയുകയാണ്. ആ സോളാറിൻ്റെ ആൾ വന്ന് ആ ഹോളിലൂടെ ഒരു പാമ്പ് കടന്നു വരികയാണ്. ആ സോളാറിൻ്റെ ആൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി അയാളുടെ കൈ കൊണ്ടുവന്ന് ആ പാമ്പിൻ്റെ വായിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതിൻ്റെ പല്ലുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് രക്തം വരികയാണ്. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഡബിൾ അയാളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ആ രക്തം കുടിക്കുകയാണ്. പുറകെ ഓരോ സ്റ്റുഡൻസായിട്ട് വന്ന് ആ രക്തം കുടിക്കാൻ തുടങ്ങുകയാണ്. ഇതേസമയം ഹീറോ അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ആലോചിക്കുന്നത് നല്ലതാണ്, ജീവിതകാലം മുഴുവൻ നിങ്ങൾ സോളാറിൻ്റെ അടിമയായിരിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്റ്റുഡൻസ് എല്ലാവരും ഹീറോയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. എന്നാൽ ഹീറോ നിസ്സാരമായിട്ട് അവരെല്ലാവരും നേരിടുകയാണ്. കാരണം ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ കുയി പവർ അവൻ്റെ അടുത്തുണ്ട്. ഹീറോ ആ സോളാറിൽ ചേർന്നവനെ ആക്രമിക്കുകയാണ്. മോതിരത്തിനകത്തിരുന്ന മാസ്റ്റർ ഫാൻലോ എന്ന് പറയുകയാണ്. മാസ്റ്ററിന് അയാളെ നേരത്തെ അറിയാമെന്ന് തോന്നുന്നു. ആ ഹോളിലൂടെ പുറത്തു വന്ന പാമ്പ് ഹീറോയെ ആക്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹീറോ ആ ലിൻസിയായും വിളിച്ചുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ, നീ എന്ത് ടൈപ്പ് പവർ ഉപയോഗിച്ചത്? നീ കൈ ചുമ്മാ വീശുന്നതിനനുസരിച്ച് അവരെല്ലാവരും തെറിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് ചില നേരത്ത് വർക്കാവും ചില നേരത്ത് വർക്കാവില്ലെന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. ആ സ്റ്റുഡൻസ് എല്ലാവരും ഹീറോയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ സ്റ്റുഡൻസ് എല്ലാവരും അവിടെ നിന്ന് പോയെന്ന് ഉറപ്പായതിനു ശേഷം ഹീറോയും ലിൻസിയെയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ലിൻസിയാണ് ഹീറോയോട് ഞാൻ നിന്നോടൊരു കാര്യം പറയും, അത് കേട്ട് നീ പേടിക്കരുത്, ഞാനെന്തിനാ പേടിക്കുന്നത്, നീ കാര്യം പറ, നമ്മൾ അവിടെ വെച്ച് കണ്ടില്ല ആ പാമ്പ്, അത് നിൻ്റെ പുറയിലുണ്ടെന്നും പറഞ്ഞ് ഹീറോയോട് തിരിഞ്ഞു നോക്കാൻ പറയുകയാണ്. ഹീറോ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ പാമ്പ് പെട്ടെന്ന് തന്നെ ഹീറോയെ ആക്രമിക്കുകയാണ്. ഹീറോ ദൂരേക്ക് തെറിച്ച് വീഴുകയാണ്. ആ പാമ്പും ഹീറോയുടെ പുറകെ ചെന്നവനെ പിന്നെയും ആക്രമിക്കുകയാണ്. ഹീറോ അതിനോട് നല്ല രീതിയിൽ ഇടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. പിന്നെ ഹീറോയെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ആ പാമ്പ് ഹീറോയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവസാന മാർഗ്ഗമായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ കൊടുത്ത ആ കുയി പവർ ഉപയോഗിച്ച് അതിനെ കത്തിച്ച് ചാരമാക്കുകയാണ്. ആ പാമ്പിൻ്റെ ചാരമെല്ലാം ചേർന്ന് അവിടെ ഒരു ബോക്സ് രൂപപ്പെടുകയാണ്. ആ പാമ്പുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ഹീറോ വളരെയധികം പീക്കായിട്ട് നിലത്ത് ബോധം കെട്ട് വീഴുകയാണ്. ലിൻസി ആ ഹീറോയെ അന്വേഷിച്ച് ആ കാട്ടിലൂടെ നടക്കുകയാണ്. സോളാറിൻ്റെ ആൾ ഇതെല്ലാം നോയിക്കൊണ്ട് നിൽക്കുന്നതായും കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോ അക്കാഡമിയിലേക്ക് വന്നിട്ട് എൽഡേഴ്സിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാൽ ആരും ഇത് വിശ്വസിക്കുന്നില്ല. നീ പറയുന്നത് ഞങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സോളാർ അക്കാഡമിയിലേക്ക് വന്നു. ശരി, അവൻ അക്കാഡമിയിലേക്ക് വന്നതെന്ന് തന്നെ ഇരിക്കട്ടെ, അവനെ നീ കണ്ടതല്ലേ, അവൻ്റെ മുഖം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം മറച്ചിരുന്നത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവൻ മിണ്ടാതിരിക്കുകയാണ്. നീ അവൻ്റെ മുഖം കണ്ടില്ലല്ലോ, കാരണം അവൻ്റെ മുഖം കണ്ട ആരെയും സോളാർ വെറുതെ വിടില്ല. അങ്ങനെയുള്ളപ്പോൾ അവർ നിന്നെ മാത്രം എങ്ങനെയാണ് വെറുതെ വിടുന്നത്? നീ അത്രയ്ക്ക് പവർഫുൾ ആണോ, നിനക്ക് അത്രയ്ക്ക് ശക്തിയാണോ എന്ന് ചോദിച്ച് ഹീറോയെ കളിയാക്കുകയാണ്. കരാട്ട മാസ്റ്ററും ഇന്നലെ ബ്ലാക്ക് ഡോളും വൈറ്റ് ഡോളും ഇവൻ മോഷ്ടിക്കുന്നത് കണ്ടത് നമ്മളോട് വന്ന് പറഞ്ഞില്ലേ, അതിന് പ്രതികാരം വീട്ടിയതായിരിക്കും, അതുകൊണ്ടാണ് ഇവൻ ഇന്ന് അവർക്കെതിരെ സാക്ഷി പറഞ്ഞതെന്നും പറഞ്ഞ് ഹീറോയെ കുറ്റക്കാരനാക്കുകയാണ്. എന്നാൽ ഹീറോ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണെന്നും പറഞ്ഞ് അവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നീ ടെൻഷൻ അവിടേക്ക് വന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിക്ചർ കാണിച്ചു കൊടുക്കുകയാണ്. ബ്ലഡ് ഓഫറിംഗ് സെറമണിയോ? അപ്പോൾ ഇവൻ പറഞ്ഞൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ അവരൊന്ന് ഷോക്കാവുകയാണ്. ഇവിടെ ബ്ലാക്ക് ഡോളും വൈറ്റ് ഡോളും കൂടെ ഹീറോയ്ക്ക് നമ്മുടെ സത്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ആലോചിച്ച് പേടിച്ച് നിൽക്കുകയാണ്. അതേസമയം
ഇങ്ഫിങ്ങും മറ്റൊരു മാസ്റ്ററും അവിടേക്ക് വരികയാണ്. രണ്ടുപേരും ഞങ്ങളുടെ പുറകെ വരാൻ പറയുമ്പോൾ ആ ബ്ലാക്ക് ഡോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇങ്ഫിങ് പെട്ടെന്ന് തന്നെ അവനെ ഒറ്റയടിക്ക് ലോക്ക് ചെയ്തിട്ട് ഇവനെയും എടുത്തുകൊണ്ട് വരാൻ വൈറ്റ് ഡോളിനോട് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഗു അവരുടെ രണ്ടുപേരുടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ ബ്ലഡ് ഒരു മരക്കഷ്ണത്തിലേക്ക് വീണപ്പോഴേക്കും അവിടെ ആസിഡ് വീണതുപോലെ കിഴിഞ്ഞു പോവുകയാണ്. ഗു അതെടുത്ത് നോക്കുമ്പോൾ അതിനകത്തു നിന്ന് കുറേ പ്രാണികൾ പുറത്തേക്ക് വരികയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവർ രണ്ടുപേരും സോളാറിൻ്റെ കൂടെ ചേർന്നത്. ആ രക്തം അവർ കുടിച്ച് മൂന്നാമത്തെ ദിവസം അവരുടെ തലച്ചോറിലേക്ക് കയറും. അതിനുശേഷം അവർ രണ്ടുപേരും സോളാറിൻ്റെ അടിമകളായിരിക്കും. മീറ്റൻസിന് ഇവരെ രക്ഷിക്കാൻ മറ്റു മാർഗ്ഗമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അതിന് മാർഗ്ഗമൊന്നുമില്ല. ഇവർ സ്ട്രോങ് ആണെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള ജീവിയും സ്ട്രോങ് ആയിരിക്കും. മറിച്ച് ഇവർ വീക്ക് ആണെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള ജീവി ഇവരെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്നും പറഞ്ഞ് ഇവരുടെ ഉള്ളിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. വൈറ്റ് ആൻഡ് പെട്ടെന്ന് തന്നെ ആ ബ്ലാക്ക് ഡോളിനും വൈറ്റ് ഡോളിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവർക്കിട്ട് ഓരോന്ന് കൊടുത്ത് അവരെ ബോധം കെടുത്തുകയാണ്. തൽക്കാലം ഇത് പുറത്താരും പറയട്ടെ, ക്യാമ്പസിൻ്റെ ഗേറ്റ് കൂട്ടിയേക്ക്, സ്റ്റുഡൻസിനെ ആരെയും പുറത്തേക്ക് വിടണ്ട. ഇവൻ്റെ കൂടെ ആരൊക്കെയാണ് പുറത്തേക്ക് പോയതെന്ന് അറിഞ്ഞ് അവരുടെ എല്ലാവരെയും കുഴി പവർ എടുത്ത് അവരെല്ലാവരും ഇവിടെ ഒന്ന് പറഞ്ഞു വിട്ടേക്ക്. അടുത്ത സീനിൽ ഗ്രാൻഡ് മാസ്റ്ററിനാണ് കാണിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ആ ബോക്സ് ഉള്ളത്. ഇവർ ഉറക്കം എണീക്കുമ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ, നീ പേടിക്കണ്ട, എൻ്റെ ശക്തി നിൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം നീ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. അതൊക്കെ ഇരിക്കട്ടെ, ഇതെന്താ സാധനം എനിക്കറിയില്ല. ഞാൻ ആ പാമ്പിനെ കൊന്നപ്പോൾ അത് പെട്ടെന്ന് ഈ ബോക്സായി മാറി. എനിക്ക് തോന്നുന്നത് സോളാറിൽ ചേർന്ന എന്തോ ഒരു മാജിക്കൽ വെപ്പൺ ആയിരിക്കും. പിന്നെ എന്തിനാ നിങ്ങൾ ഈ നോയിക്കൊണ്ട് നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ ഹീറോ പറയുമ്പോൾ എന്തായാലും ഇത് സോളാറിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. അപ്പോൾ ഇതിൻ്റെ പഴയ ഈവിൾ പവറൊക്കെ നഷ്ടപ്പെട്ട് കാണുമെന്ന് പറയുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ കുറേ നാളായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ വ്യൂ ഒക്കെ വളരെ കുറവാണ്. എന്തായാലും ഈ സീരീസിൻ്റെ കൂടെ ചെറിയൊരു മിനി സീരീസ് കൂടെ ആരംഭിച്ചാലോ എന്നൊരു ഐഡിയ ഉണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.